നമസ്കാരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യിൽ വമ്പൻ ജയം നേടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. 4ാം മത്സരത്തിൽ 135 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒരു വിക്കറ്റിന് 283 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ആതിഥേയർ 148 റൺസിന് പുറത്താവുകയായിരുന്നു. ഇതോടെ 4 മത്സര പരമ്പര ഇന്ത്യ 3-1 ജയിച്ചു. സൂര്യകുമാർ യാദവിനും സംഘത്തിനും അഭിമാനിക്കാവുന്ന നേട്ടമായിരുന്നു ഇത്. ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് തിലക് വർമ്മയും സഞ്ജു സാംസണുമാണ്. രണ്ടുപേരും സെഞ്ചുറിയോടെ പുറത്താവുകയായിരുന്നു. സഞ്ജു സാംസൺ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയപ്പോൾ പിന്നീട് കളിച്ച 2 മത്സരത്തിലും ഡെക്കായിരുന്നു. ഇതോടെ വലിയ വിമർശനങ്ങളാണ് സഞ്ജുവിനെതിരെ ഉയർന്നത്. ഇപ്പോഴിത് 4ാം T20യിൽ വീണ്ടും സെഞ്ചുറി നേടി സഞ്ജു എല്ലാവർക്കും മറുപടി നൽകിയിരിക്കുകയാണ്. ഈ പ്രകടനത്തോടെ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയുടെ മറ്റ് വിക്കറ്റ് കീപ്പർമാരെയെല്ലാം പിന്നിലാക്കി ചരിത്ര നേട്ടത്തിലെത്താനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരുടെ പേര് പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന 2 പേരുകൾ MS ധോണിയുടെയും ഋഷഭ് പന്തിന്റെയുമാണ്. പലപ്പോഴും ഋഷഭിന്റെ ബാക്കപ്പായി ഒതുങ്ങിയ സഞ്ജു ഇപ്പോൾ അവസരം ലഭിക്കുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യക്കായി T20യിൽ ഏറ്റവും കൂടുതൽ 50+ സ്കോർ നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി സഞ്ജു മാറിയിരിക്കുകയാണ്. 3 സെഞ്ചുറി ഉൾപ്പെടെ 4 തവണയാണ് സഞ്ജു ഈ നേട്ടത്തിലേക്ക് എത്തിയത്. KL രാഹുൽ, ഇഷാൻ കിഷൻ എന്നിവർ 3 തവണ ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ റെക്കോർഡെല്ലാം ഇപ്പോൾ സഞ്ജു തകർത്തെറിയുകയാണ്. MS ധോണിയും ഋഷഭ് പന്തും 2 തവണ മാത്രമാണ് ഈ റെക്കോർഡിലേക്ക് എത്തിയത്. അനായാസം റൺസ് ഉയർത്തുന്ന സഞ്ജു ഈ വർഷം നേടുന്ന 3ാമത്തെ T20 സെഞ്ചുറിയാണിത്. ഒരു കലണ്ടർ വർഷം 3 തവണ T20 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരമാണ് സഞ്ജു. ഇന്ത്യ തഴഞ്ഞു വെച്ചിരുന്ന സഞ്ജു സാംസൺ അവസരം ലഭിച്ചപ്പോൾ അത് കൃത്യമായി മുതലാക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ വിമർശനങ്ങൾക്കും പ്രകടനം കൊണ്ട് മറുപടി പറയാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് ദക്ഷിണാഫ്രിക്ക മറക്കാൻ ആഗ്രഹിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 210 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് സൃഷ്ടിച്ചത്. അനായാസം സിക്സറുകൾ പറത്തിയാണ് ഇരുവരും കത്തിക്കയറിയത്. 23 സിക്സുകളാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. പ്രധാന 10 ടീമുകളിൽ ഒരു T20 ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സർ പറത്തുന്ന ടീമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഒരു T20 ഇന്നിംഗ്സിൽ 2 പേർ ഒരുമിച്ച് സിക്സർ നേടുന്നത് ഇതാദ്യമായാണെന്ന് പറയാം. ആതിഥേയരെന്ന മര്യാദ കാട്ടാതെ ഇന്ത്യ തല്ലി തകർത്തപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഉയർന്ന T20 ടോട്ടലാണ് ഇന്ത്യ നേടിയെടുത്തത്. 283 റൺസാണ് ഇന്ത്യ ഇന്നിംഗ്സോട് ചേർത്തത്. സഞ്ജു സാംസൺ ആണ് ഈ പരമ്പര കൂടുതൽ മുതലാക്കിയത്. T20 ഓപ്പണറായി സ്ഥാനം നിലനിർത്താൻ ദക്ഷിണാഫ്രിക്കയിൽ തിളങ്ങേണ്ടത് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇത് ഇദ്ദേഹം മുതലാക്കുകയും ചെയ്തിട്ടുണ്ട്. T20 ചരിത്രത്തിൽ 3 സെഞ്ചുറികളുള്ള ഏക വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറികൾ എന്ന റെക്കോർഡും സഞ്ജു സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം T20 ടീമിലേക്ക് എത്തിയ തിലക് വർമ്മ 2 തുടർ സെഞ്ചുറികളോടെയാണ് കത്തിക്കയറിയത്. പരമ്പരയിലെ താരമാകാനും 4ാം മത്സരത്തിലെ താരമാകാനും തിലകിന് സാധിച്ചിട്ടുണ്ട്. നായകൻ സൂര്യകുമാർ യാദവ് 3ാം നമ്പർ തിലകിന് വിട്ടുകൊടുത്തപ്പോൾ മികച്ച പ്രകടനത്തോടെ ഇതിനോട് നീതി കാട്ടാൻ തിലക് വർമ്മയ്ക്ക് സാധിച്ചു എന്നത് തന്നെ പറയാം.